തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ഖൽബിൽ സങ്കടപ്പെടണം, ചെയ്തു പോയ തെറ്റ് വലിയ തെറ്റായി പോയി റബ്ബേ. നമ്മൾ തൗബയുടെ ദുആകളൊക്കെ ഉണ്ട്, നമ്മളെ കിതാബൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓതുമ്പോൾ എന്താണ് പറയണതെന്ന് മനസ്സിൽ ശരിക്ക് കരുതിയാലേ ആ തൗബയാവുള്ളൂ. വെറുതെ അങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമില്ല. പച്ച മലയാളത്തിൽ തൗബ ചെയ്യാൻ പറ്റും, അറബി തന്നെ വേണമെന്നില്ല. അല്ലാഹുവേ പറ്റിപ്പോയി റബ്ബേ, എനിക്ക് മാപ്പ് തരണേ, ഞാൻ ചെയ്യൂല റബ്ബേ, നിനക്ക് ഞാൻ വാക്ക് തന്നു റബ്ബേ, ഞാൻ ചെയ്തത് വലിയ കുറ്റായി പോയിട്ടുണ്ട്. തിന്മ ചെയ്യാതെ കള്ളുകൂടിയെന്ന് തൗബ ചെയ്യണമെങ്കിൽ ആ കുടിച്ച മാല് തീരണം, അല്ലാതെ ആ മാലിൽ തന്നെ തൗബ ചെയ്തിട്ട് കാര്യമില്ല. പലിശ ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവന് പണി അതന്നെയാണ്, ഞാൻ ചെയ്യൂല റബ്ബേ, അങ്ങനല്ല. ആ പണിയൊക്കെ രാജിവെച്ചിട്ട് നീ വാ, അപ്പോഴേ തൗബ ചെയ്യുള്ളൂ. തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരാൾക്ക് തൗബ ചെയ്യാൻ കഴിയില്ല. തിന്മയെന്നല്ല ഇഖ്ലാഉ അനി ദംബ് എന്ന് പറയില്ലേ, തിന്മയിൽ നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് കഴിഞ്ഞ സംഭവിച്ച തിന്മയെക്കുറിച്ച് നദം, തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടലാണ്. നബി തങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കടം വരാതെ തൗബൻ്റെ നമ്മളെ വരികളൊക്കെ നമ്മൾ കിതാബിൽ ഏടിലൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ചില മജ്ലിസിലൊക്കെ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യും. അതിനൊന്നും കുഴപ്പമില്ലേ. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ, കൽബിൽ ശരിക്കും ബോധിക്കണം എന്താണ് ഞാൻ ഈ പറയണത്, അപ്പോഴത് തൗബയാവുള്ളൂ. ശരിക്കും ബോധിക്കണം, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അന്നദം സങ്കടപ്പെടലാണ്, ഖേദിക്കലാണ്. വൽ അസ്ം, ഇനി ഒരിക്കലും ഇത് ചെയ്യൂല റബ്ബേ എന്ന് അള്ളാഹുവിന് വാക്ക് കൊടുക്കലാണ്. സാമ്പത്തിക ഇടപാടാണോ, അത് ഇടപാട് കൊടുത്ത് അതിൻ്റെ ഇടപാട് തീർക്കലാണ്. അങ്ങനെയൊക്കെ തൗബ ഉണ്ടാവുള്ളൂ.